ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ കമലവിലോചന ഗോവിന്ദ കലിമലമോചന ഗോവിന്ദ നാരായണ ജയ ഗോവിന്ദ നാരായണ ജയ ഗോവിന്ദ. ഭീമസേനനെ തേടി പുറപ്പെട്ടവർ വൈശ്രവണനെ ഒന്ന് കണ്ടു കളയാമെന്നായില്ലോ അവസാനം. ഭീമസേനൻ പൂവൊക്കെ ആയിട്ട് വന്നു, അവരെ കണ്ടു. വടം വരെ എത്തിയ സ്ഥിതിക്ക് വൈശ്രവണനെ എങ്ങനെയാണ് കാണാണ്ട് പോവുക? എന്നാൽ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞവർ പുറപ്പെട്ടു. ഇത്തിരി ദൂരം പോയപ്പോഴത്തേക്കും അശരീരി കേട്ടുല്ലോ, മനുഷ്യർക്ക് അപ്രാപ്യമായ വനപ്രദേശമാണ് ഇതെന്ന്. അപ്പോൾ അവർ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. തിരിച്ചു പോന്ന് ബദരികാശ്രമത്തിൽ താമസാക്കി. ഇപ്പോൾ അർജുനൻ പോയിട്ട് നാള് കുറേക്കണം, ഒരു വിവരവും ഇല്ല. അർജുനനെ പറ്റി എന്തെങ്കിലും അറിയാണ്ട് നമ്മൾ ബദരികാശ്രമം വിട്ട് കാമ്യവനത്തിൽ പോണത് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഇത്തിരി ദിവസം കൂടി താമസിച്ച് എന്താണ് അർജുനൻ്റെ വിവരം എന്ന് അറിഞ്ഞിട്ട് പോവാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ അവിടെ താമസാക്കി. ഈ സമയത്ത് ജടാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ആ കാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുക. അപ്പണ്ട് അതീവ സുന്ദരിയായൊരു തരുണി അവിടെ പുഷ്പങ്ങൾ അറുത്തുകൊണ്ട് നടക്കുന്നു. ഇതാരാ തരുണി എന്ന് നോക്കിയപ്പോൾ അത് പാഞ്ചാലിയാണ്. ഇവളെ എന്തായാലും കൈക്കലാക്കിയേ പറ്റൂന്ന് ജടാസുരൻ തീരുമാനിച്ചു. എന്താ വഴി? അതിനെപ്പറ്റി ആലോചിച്ച് നോക്കിയപ്പോൾ ഈ പാണ്ഡവരുടെ കൂട്ടത്തിൽ ഭീമൻ എന്ന് പറഞ്ഞ് ഒരു അതികായൻ ഉണ്ട്. അവനോട് ഏറ്റുമുട്ടി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എന്താ വഴി? സൂത്രത്തിൽ തന്നെ വേണം ഇവളെ അടിച്ചുകൊണ്ട് പോരാൻ എന്ന് ആലോചിച്ച് ജടാസുരൻ എന്ത് ചെയ്തു? ഒരു ശുദ്ധ ബ്രാഹ്മണൻ്റെ വേഷം കെട്ടി വലിയ ഭവ്യതയോട് കൂടിയിട്ട് യുധിഷ്ഠിരൻ്റെ മുമ്പിൽ വന്ന് വണങ്ങി. ഞാൻ അങ്ങനെ ഒരു ബ്രാഹ്മണനാണ്, വഴിക്ക് വന്നതാണ്. അപ്പം നിങ്ങളിവിടെ താമസിക്കണതായിട്ട് കേട്ടു, കണ്ടിട്ട് പോവാച്ചിട്ട് വന്നതാ എന്ന് പറഞ്ഞു. യുധിഷ്ഠിരന് ആ ബ്രാഹ്മണനിൽ വലിയ വിശ്വാസം തോന്നി. എന്നാൽ താനൊരു കാര്യം ചെയ്യൂ, ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി, കുറച്ച് ദിവസം കഴിഞ്ഞു പോവൂ എന്ന് പറഞ്ഞു. സന്തോഷമായി. ബ്രാഹ്മണൻ അവിടെ താമസാക്കി. എപ്പോഴാടാ തനിക്ക് തക്കം കിട്ടുക എന്ന് ആലോചിച്ചിട്ടാണ് ഈ ജടാസുരൻ അവിടെ ഇങ്ങനെ താമസായി. ഒരു ദിവസം കാലത്ത് ഭീമസേനൻ വന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഞാനൊന്ന് നായാട്ടിന് പോയിട്ട് വരാം. അപ്പം ശരി എന്ന് പറഞ്ഞ് ഭീമസേനൻ പോയി. മറ്റ് മഹർഷിമാർ, ലോമേശ മഹർഷിയും മറ്റുള്ളവരുമൊക്കെ കുളിക്കാനും സന്ധ്യാവന്ദനത്തിനൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ യുധിഷ്ഠിരനും പാഞ്ചാലിയും നകുലനും സഹദേവനും മാത്രമേ ഉള്ളൂ. എന്തായാലും ഭീമസേനൻ സ്ഥലം വിട്ടിരിക്കുന്നു. കുറച്ച് നേരത്തേക്ക് അയാളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല, ഇതെന്നെ തക്കം എന്നും പറഞ്ഞ് ഈ ജടാസുരൻ വലിയൊരു ആകാര വേഷം പൂണ്ട് ധർമ്മപുത്രരെ ഒരു കയ്യിലങ്ങോട്ട് എടുത്തു. പാഞ്ചാലിയും അവിടെ തന്നെ പിടിച്ചു. നകുലനെയും സഹദേവനെയും തൂക്കിയെടുത്തിട്ട് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ജടാസുരൻ ഇവരെയും കയ്യിലെടുത്തിട്ട് ഓടുക തന്നെയാണ്, ഓടറാ വട്ടം. ഇതിൻ്റെ ഉള്ളിലിരുന്ന് നകുലനും സഹദേവനും ഞെരിപിരി കൊള്ളുക. അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് പുറത്തേക്ക് ചാടിയാൽ കൊള്ളാമെന്നായി. അവനാണെങ്കിൽ നല്ലോണം മുറുക്കി പിടിച്ചിട്ടുണ്ട്, ഒരു വഴിയില്ല. ഒരുമാതിരി കഷ്ടപ്പെട്ട് സഹദേവൻ പുറത്തേക്ക് ചാടി ഓടി നേരെ ആശ്രമത്തിലേക്ക്. കയ്യിൽ അമ്പും വില്ലൊന്നും ഇല്ലേ. അവിടെ ചെന്ന് തൻ്റെ അമ്പും വില്ലൊക്കെ എടുത്ത് തിരിച്ച് ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവനും ഓടുന്നുണ്ട്. ഇവൻ്റെ പിന്നാലെ സഹദേവനും ഓടി ജടാസുരനെ എതിർക്കാൻ തുടങ്ങി. ധർമ്മപുത്രർ ജടാസുരനോട്, ഇതൊന്നും ധർമ്മമല്ല, ആശ്രയം കാക്ഷിച്ച് വന്ന നിനക്ക് ഞാൻ അഭയം നൽകി, എന്നിട്ട് നീ എനിക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ജടാസുരനെ ഉപദേശിക്കാൻ തുടങ്ങി.
കുത്താൻ വരണ പോത്തിനോട് വേദം ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവനിട്ടത് കേൾക്കണമില്ല. ജടാസുരനും സഹദേവനും തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുക. ജടാസുരൻ യുദ്ധം ചെയ്ത് ഓടുന്നുണ്ട്, സഹദേവനും പിന്നാലെ ഓടുന്നുണ്ട്, അമ്പുകൾ വിടുന്നുണ്ട്. അന്ന് അവൻ്റെ മേലെ ഏൽക്കണമെന്നില്ല. ഓടി എന്ത് പറ്റി? ചെന്ന് പെട്ടത് ഭീമസേനൻ്റെ മുമ്പിലായിപ്പോയി. കണ്ടത് ഭീമസേനൻ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ഇവന് പേടിയായി. ഇവരെ ഇറക്കി വിട്ടു. എന്നിട്ട് ഭീമസേനായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഭീമസേനും ഇവനും കൂടിയിട്ട് പൊരിഞ്ഞ യുദ്ധം. മരങ്ങൾ പിഴുതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിക്കുക, അങ്ങനെയൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജടാസുരൻ തൻ്റെ മായാരൂപങ്ങൾ എടുക്കാൻ തുടങ്ങി. പലതരം മായയിൽ വന്ന് ഭീമനോട് എതിർക്കുക. ഒരു കാര്യമില്ല. അവസാനം ഭീമൻ്റെ അടി കൊണ്ട് അവൻ ചാവുകയും ചെയ്തു. ഭീമൻ ധർമ്മപുത്രരെയും നകുലനെയും സഹദേവനെയും പാഞ്ചാലിയും എല്ലാം കൂട്ടി തിരിച്ച് ബദരീകാശ്രമത്തിലെത്തി. അപ്പോൾ ഇവിടെ എന്താ, കുളിക്കാൻ പോയ ലോമേശ മഹർഷിയും കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാരും എല്ലാവരും ആകെ ദുഃഖിച്ച് നിൽക്കുക. ആശ്രമം കാലിയായി കിടക്കണു. ഒരാളെ അവിടെ കാണാനില്ല. എല്ലാവരും എവിടേക്ക് പോയാവോ എന്ന് പറഞ്ഞ് ദുഃഖിച്ച് നിൽക്കുന്ന സമയത്താണ് ഭീമസേനൻ ഇവരെയും കൂട്ടിക്കൊണ്ടുവരണത്. എല്ലാവർക്കും സന്തോഷമായി. ജടാസുരൻ്റെ കഥയും കഴിഞ്ഞു. ഭഗവാനെ എല്ലാവർക്കും എപ്പോഴും സുഖ സൗകര്യങ്ങൾ മാത്രം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.